ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ നൈക്വിസ്റ്റ് പ്ലോട്ടിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ഈ ഒരു ലെക്ചറിൽ നമ്മൾ സെക്കൻഡ് പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്: ഡ്രോ ദ നൈക്വിസ്റ്റ് പ്ലോട്ട് ഫോർ ദ സിസ്റ്റം ഹൂസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ദിസ്. ഡിറ്റർമൈൻ ദ റേഞ്ച് ഓഫ് കെ ഫോർ വിച്ച് ക്ലോസ് ലൂപ്പ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനകത്ത് ഈ തന്നിരിക്കുന്നതിൽ ലൊക്കേഷൻസ് ഓഫ് പോൾസ് ആൻഡ് സീറോസ് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഇതിൽ നമ്മൾ ഡിനോമിനേറ്ററിനെ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോൾസ് എവിടേക്കാണ് കിട്ടുക? S is equal to 0, -2 and -10 നമുക്ക് പോള് കിട്ടുക. സോ ഇവിടെ നമുക്ക് S is equal to 0 എന്ന് പറയുന്ന ലൊക്കേഷൻസിൽ ഒരു പോള് കിട്ടുന്നുണ്ട്. സോ ഇമാജിനറി ആക്സിസിൽ 0 വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ നൈക്വിസ്റ്റ് കോണ്ടൂർ സ്ലൈറ്റ് ആയിട്ട് വേരി ആവും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ ഇവിടെ ഒരു പോള് നമുക്ക് ഒറിജിനിൽ വരുന്നുണ്ട്. സോ അവർ നൈക്വിസ്റ്റ് കോണ്ടൂർ റീജിയൻ വിൽ ബി ലൈക്ക് ദിസ്, ഫ്രം 0 to infinity region 1, then plus infinity to minus infinity region 2, minus infinity to 0 it is region 3. Now we have to exclude this pole. So ee pole exclude ചെയ്യാൻ വേണ്ടിയിട്ട് we are considering another region C4. ഇത് വളരെ ചെറുതായിരിക്കും. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r is equal to 0 ആണ് നമുക്ക്. സോ ഈ ഒരു സെക്ഷനിൽ r എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഒരു സെക്ഷനിൽ r എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആയിരിക്കും നമുക്കവിടെ വരിക. സോ ദിസ് വിൽ ബി അവർ നൈക്വിസ്റ്റ് കോണ്ടൂർ. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇക്വേഷൻ നമുക്ക് എഴുതാം. സോ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോ റീജിയനും നമുക്ക് ഇങ്ങനെയാണ് വരിക. C1 എന്ന് പറയുന്നത് ലിമിറ്റ് ഇസ് 0 to infinity, ഇറ്റ് ഈസ് S is equal to j omega. ഇത് ലീനിയർ ആയതുകൊണ്ട് തന്നെ this is the j omega axis. So S is equal to j omega എന്ന് നമുക്ക് പറയാം. C2 is the entire right side ആണ്. സോ ഈ entire right side ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് r e raised to j ആണ് when r tends to infinity. സെക്കൻഡ് കേസിൽ -infinity to 0 ആണ് ലിമിറ്റ് വരുന്നത്. the same equation S is equal to j omega. and C4 നമുക്കറിയാം ഇവിടെ r is equal to 0 ആണ്. ഈ സെയിം ഇക്വേഷനകത്ത് വെൻ r ടെൻസ് ടു 0 ആണ് നമുക്ക് കിട്ടുക, ഇൻറ്റു r e raised to j theta. സോ ഇതാണ് നമ്മളുടെ 3 റീജിയൻസിൻ്റെ എസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മാപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഡു ദ C1 റീജിയൻ മാപ്പിംഗ്. സോ C1 റീജിയൻ മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നോ ഇറ്റ് ഇസ് 0 to പ്ലസ് ഇൻഫിനിറ്റി ആണ് നമ്മുടെ C1 റീജിയൻ വരുന്നത്. സോ ഇതിനെ നമ്മൾ എസ് പ്ലെയിനിൽ നിന്ന് നമ്മളുടെ GH പ്ലെയിൻ അല്ലെങ്കിൽ W പ്ലെയിനിലേക്ക് അതിനെ മാറ്റാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് നമ്മളിതിൽ ചെയ്യുക? ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് വെദർ ദ ഗിവൺ സിസ്റ്റം ഈസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. സോ 1+ST എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണ് വേണ്ടത്. സോ ഇവിടുത്തെ കേസിൽ എന്താണ്? S എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ വെക്കാം. സെക്കൻഡ് കേസിൽ S+2 ആണ് വരുന്നത്. സോ നമ്മൾ ഈ 2 ഔട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1+ST എന്നുള്ള ഫോമിൽ കിട്ടും. സെക്കൻഡ് ടേമിൽ 10 ഔട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1+ST എന്നുള്ള ഫോമിൽ കിട്ടും. സോ വി ആർ ടേക്കിംഗ് 2 ഫ്രം ദ ഫസ്റ്റ് ടേം ആൻഡ് 10 ഫ്രം ദ സെക്കൻഡ് ടേം. സോ നമുക്ക് 20 വരും. സോ 1/20 എന്ന് പറയുന്നത് 0.05 ആണ് കിട്ടുക. സോ അവർ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടുള്ള 1+ST എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് അവർ G of S. സോ ഇതിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് S is equal to j omega. എന്നാൽ മാത്രമേ നമുക്ക് G of j omega കിട്ടുള്ളൂ. സോ G of j omega കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ S എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ j omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദിസ് ഈസ് അവർ G of j omega. ഈ ഒരു G of j omegയുടെ മാഗ്നിറ്റ്യൂഡും ഫേസും കാണുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഈ ഒരു ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടുത്തെ 0.5k എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉണ്ടാവും. ഈ 1/j omegയുടെ മാഗ്നിറ്റ്യൂഡ് ഇറ്റ് ഇസ് സിംപ്ലി 1/omega. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് ടേം. സോ അതുകൊണ്ട് തന്നെ √1² + 0.5 omega² ആണ് വരിക. ഇൻറ്റു സെക്കൻഡ് ടേം എന്താണ്? 1 + 0.1 j omega ആണ്. സോ 1² + 0.1 omega². സോ ഇതാണ് നമ്മളുടെ മാഗ്നിറ്റ്യൂഡായിട്ട് നമുക്ക് കിട്ടുക.
നെക്സ്റ്റ് ഇതിൻ്റെ ഫേസ് ആണ് നമുക്ക് കാണേണ്ടത്. സോ ഈ ഫേസ് കാണുന്നതും ഇതുപോലെ മാഗ്നിറ്റ്യൂഡ് കാണുന്നതും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈക്വിസ്റ്റ് പ്ലോട്ടിൻ്റെ. സോ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. സോ മാഗ്നിറ്റ്യൂഡ് നമ്മളവിടെ കണ്ടു. ഇനി നമുക്ക് ഫേസ് ആണ് കാണേണ്ടത്. സോ ഫേസ് കാണുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമുക്കറിയാം 1/j⍵. 1/j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി -90. ഇഫ് ഇറ്റ് ഈസ് j it will be +90. If it is 1/j², it will be -180. If it is j², it will be +180. Like that it will go. So ഇവിടുത്തെ കേസിൽ 1/j ആണ് വരുന്നത്, -90 ആണ് നമുക്ക് കിട്ടുക. ഇനി സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്? 1/1 + 0.5j⍵ ആണ്. സോ ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ 1/a + jb ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് -tan−1 b/a ആണ്. അതുപോലെ a + jb ആണെങ്കിൽ ഇറ്റ് വിൽ ബി tan−1 b/a ആണ് നമുക്കവിടെ കിട്ടുക. സോ ഇത് ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി -tan−1 0.5ω/1 ആണ്. a എന്ന് പറയുന്നത് 1 ആണ്. സിമിലർലി സെക്കൻഡ് ടേമും നമുക്ക് അങ്ങനെ തന്നെ കിട്ടും, -tan−1 0.1ω/1. ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡും ഫേസും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മാപ്പിംഗ് അവിടെ ചെയ്യാം. സോ ω = 0 and infinity ആണ് നമുക്കവിടെ വരുന്നത്, ബിക്കോസ് C1 is from 0 to infinity. When ω = 0, what will be our modulus of g of j⍵? ഇവിടെ നമ്മൾ ഒമേഗയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? 0 കൊടുത്ത് നോക്കുക. സോ ഇവിടെ 1/ω എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ഉണ്ട്. ദാറ്റ് മീൻസ് സംതിങ് ഡിവൈഡഡ് ബൈ 0 ആണ് വരുന്നത്. 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ അവർ മോഡുലസ് വാല്യൂ വിൽ ബി ഇൻഫിനിറ്റി. സോ നെക്സ്റ്റ് നമുക്ക് ഫേസ് ആണ് കാണാനുള്ളത്. സോ ഈ ഒരു ഫേസ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒമേഗയുടെ വാല്യൂ 0 എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് മൈനസ് ഉണ്ട്. സോ -90 -tan−1 0 ആണ് വരിക, -tan−1 again 0 വരും. സോ നമുക്കറിയാം ടാനിൻ്റെ ഇക്വേഷനകത്ത് ഇത് 0 ആണ്. tan 0 എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ രണ്ട് ടേം നമുക്ക് 0 ആയി പോകും. സോ വി ആർ ഗെറ്റിംഗ് -90 ആസ് ദ ഫേസ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ω = ആണ്. സോ ω = ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനിൽ ഒമേഗയുടെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റീവായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഡിവൈഡഡ് ബൈ ω എന്നുള്ളൊരു ഫോം വരുന്നുണ്ട്. സോ 1/∞ ആണ് വരിക. 1/∞ ഈസ് 0. ഈ ഇക്വേഷനിൽ 0 അങ്ങോട്ട് പോകും, ഇൻഫിനിറ്റി താഴെ വന്നു കഴിഞ്ഞാൽ 1/∞ ഈസ് 0. സോ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടും? 0 ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ഇസ് ഫേസ്. സോ ഈ ഇക്വേഷനിൽ ഒമേഗയ്ക്ക് നമ്മൾ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് കിട്ടും? -90 tan−1 ആണ്. നമുക്കിവിടെ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം tan of π/2 ആണ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. സോ tan of 90 ആണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. സോ tan−1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 90. സോ വി ആർ ഗെറ്റിംഗ് -90 -90 again -90. So our value will be -270. സോ ഒമേഗയ്ക്ക് 0 വരുമ്പം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്, -90 ആണ് വരുന്നത്. സോ നമ്മളുടെ ഈ ഒരു ഡയഗ്രത്തിൽ when ω = 0 ആംഗിൾ ഈസ് -90. ദിസ് ഈസ് അവർ -90. സോ ഈ -90യിൽ ഇൻഫിനിറ്റീവ് ആയിരിക്കും എൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. when ω tends to infinity, the magnitude become 0. 0 ആകുന്നത് എവിടെയാണ്? -270 ഡിഗ്രീസിലാണ് 0 ആവുന്നത്. നമ്മുടെ -270 എന്ന് പറയുന്ന ആക്സിസ് ആണ് ദിസ് ആക്സിസ് ഇല്ലേ? -90യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാഗ്നിറ്റ്യൂഡ് -270യിൽ അവസാനിക്കുകയാണ് വേണ്ടത്. സോ അവർ പ്ലോട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇൻഫിനിറ്റിയിൽ നിന്ന് വന്ന് നമുക്ക് -90 ഉണ്ട്, ദെൻ -180, ദെൻ -270. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സോ അവർ പ്ലോട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്ലോട്ട് വരിക. സോ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇറ്റ് ഈസ് ക്രോസിങ് ദിസ് റിയൽ ആക്സിസ്. സോ ഈ ഒരു റിയൽ ആക്സിസ് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഫൈൻഡ് ദിസ് ക്രോസിംഗ് പോയിന്റ്. സോ ഈ ഒരു ക്രോസിംഗ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഇവിടെ എടുക്കുകയാണ്. ഈ ഇക്വേഷനിൽ ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് ടേം ആയിട്ട് എഴുതിയിട്ട് ഡിനോമിനേറ്ററിൽ നിങ്ങളൊക്കെ നോക്കിയാൽ കാണാം ഒരു റിയൽ പാർട്ട് ഉണ്ട്, ഒരു ഇമാജിനറി പാർട്ട് ഉണ്ട്. സോ നമുക്കറിയാം ഈ റിയൽ ആക്സിസിൽ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് വിൽ ബി 0. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇമാജിനറി വാല്യൂ ടു 0. ഇവിടെ ഇമാജിനറി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 - 0.5
ഒമേഗ സ്ക്വയർ ആണ് നമ്മളുടെ ഇമാജിനറി വാല്യൂ. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ഇക്വേറ്റിംഗ് ദാറ്റ് ടേം ടു 0. സോ ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒമേഗയുടെ വാല്യൂ 4.472 റേഡിയൻസ് പെർ സെക്കൻഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒമേഗയുടെ വാല്യൂ നമ്മളുടെ ജി ഓഫ് ജെ ഒമേഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇത്രയും ടേം എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും വരിക. പിന്നെ നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. സോ ഈ 4.472 എന്നുള്ള വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. സോ ജി ഓഫ് ജെ ഒമേഗക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 0.05k ഡിവൈഡഡ് ബൈ -0.6 ഇൻറ്റു ഈ ഒമേഗയ്ക്ക് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദിസ് വൺ, ദാറ്റ് ഇസ് -0.0417k. സോ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വിൽ ബി -0.0417k എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ദിസ് ഈസ് അവർ C1 റീജിയൻ മാപ്പിംഗ്. ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ്? C2 റീജിയൻ മാപ്പ്. C2 റീജിയൻ മാപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഇറ്റ് ഇസ് +∞ to -∞ ആണ് നമ്മുടെ C2 റീജിയൻ വരുന്നത്. അതിനെ നമ്മൾ നൈക്വസ്റ്റ് പ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്കറിയാം r ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് വരുന്നത്. നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? S is equal to limit r ടെൻസ് ടു ഇൻഫിനിറ്റി r e raised to j theta. ഇതിൽ നമുക്ക് എന്ത് പറയാം? എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആയി പോവും വെൻ r tends to infinity. So 1 plus st എന്നുള്ള ഫോമിനെ we can approximate to st. സോ നമ്മളുടെ ഇക്വേഷനകത്ത് 1 പ്ലസ് എന്നുള്ള ഫോമൊക്കെ ജസ്റ്റ് s ആയിട്ട് മാറുകയാണ് ചെയ്യുക. സോ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ മാറും? 0.05k ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു ഈ ടേം 0.5s ആവും, ഈ ടേം 0.1s ആവും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് k ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് എന്നാണ് നമുക്ക് ജി ഓഫ് എസ് കിട്ടുന്നത്. ഇതിൽ എസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 ബൈ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി എസ് ക്യൂബ് ആയതുകൊണ്ട് തന്നെ r e raised to j 3 theta നമുക്കവിടെ കിട്ടും, ഇല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ആറിന് നമ്മൾ ഇൻഫിനിറ്റീവ് ആയിട്ട് അപ്രോക്സിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിപ്പോവും? ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റീവ് ആയിപ്പോവും. സോ ഇറ്റ് വിൽ ബി 1 ബൈ ഇൻഫിനിറ്റീവ് എന്നുള്ള ഫോമിലാണ് കിട്ടുക. ഈ ഡിനോമിനേറ്ററിലുള്ള e raised to j 3 theta ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പം e raised to -j 3 theta ആവും, വിച്ച് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു e raised to -j 3 theta. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫേസ് കാണാനുള്ള ഇമാജിനറി വാല്യൂ ആണ് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. മാഗ്നിറ്റ്യൂഡ് വിൽ ബി 0, ഫേസ് എനിക്ക് അതിനനുസരിച്ച് മാറും. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം C2 റീജിയൻ ഈ +∞ to -∞ ആണ് വരുന്നത്. സോ ഈ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് +90 ആക്സിസ് ആണ്. ഈ ആക്സിസ് എന്ന് പറയുന്നത് -90 ആക്സിസ് ആണ്. സോ ദാറ്റ് മീൻസ് +90 to -90 ആണ് നമ്മളുടെ തീറ്റയുടെ റേഞ്ച് വരിക, അല്ലേ? തീറ്റ ഇസ് വേരി ഫ്രം +90 to -90, or we can say that it is +π/2 to -π/2. ഇനി നമ്മൾ മാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റേഞ്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം. സോ തീറ്റ വാല്യൂസ് വേരിങ് ഫ്രം +π/2 to -π/2. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? തീറ്റ ഇസ് ഈക്വൽ ടു +π/2 നമ്മുടെ മോഡുലസിൽ നോക്കാം. മോഡുലസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 0 ആണ് കിട്ടുന്നത്. സോ അവർ വാല്യൂ വിൽ ബി 0. നെക്സ്റ്റ് ആംഗിൾ ആണ് കാണുന്നത്. ആംഗിളിൻ്റെ കേസിൽ നമ്മൾ π/2 എന്ന് പറയുന്നത് തീറ്റയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ e raised to -j 3 π/2 ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ -π/2 കൊടുക്കുകയാണ്. മോഡുലസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 0. സോ ഇവിടെ ഫേസ് ആണ് നമ്മൾ കാണുന്നത്. സോ -π/2 നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ മൈനസും കൂടെ പ്ലസ് ആവും. വി ആർ ഗെറ്റിംഗ് e raised to +3 π/2. സോ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡും ഫേസും. സോ ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാൻ പോകണം. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം മാഗ്നിറ്റ്യൂഡ് ഈസ് ഓൾവേസ് 0. സോ ഫസ്റ്റ് π/2 വരുന്ന സമയത്ത് നമുക്ക് ആംഗിൾ എവിടെയാണ് വരുന്നത്? ദാറ്റ് ഈസ് -3 π/2 ആണ് വരുന്നത്. വാട്ട് ഈസ് -3 π/2? ഇറ്റ് ഈസ് -270. ആൻഡ് നൗ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു -π/2 വി ആർ ഗെറ്റിംഗ് +3 π/2. ദാറ്റ് ഈസ് +3 π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് +270. സോ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് -270 to +270 ആണ് നമുക്ക് വരുന്നത്. സോ -270 to +270 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി -270, then -180, then -90, then reach to 0, then 0 എന്ന് +90, then +180, then only +270 റീച്ച് ആവുള്ളൂ. സോ ഈ ഒരു കൺസിഡറേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴും ചെയ്യണം.
സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഫസ്റ്റ് 0 ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് -270 സ്റ്റാർട്ട് ആവും. സോ -270 ടു 180, 180 ടു -90 അവിടെ നമുക്ക് എത്തി. ദെൻ നെക്സ്റ്റ് -90 ടു അഗെയിൻ ഇറ്റ് വിൽ റീച്ച് ടു 0. ദെൻ 0 നിന്ന് +90 വരും. ദെൻ +90 +180 വരും. +180 ടു +270 വരും. സോ -270 നിന്ന് +270 വരെയാണ് നമ്മളുടെ പ്ലോട്ട് എത്തുന്നത്. ആൻഡ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് എ മാപ്പിംഗ് ഓഫ് C2 റീജിയൻ. നെക്സ്റ്റ് C3 റീജിയൻ ആണ് നമ്മൾ എടുക്കുന്നത്. C3 റീജിയൻ എന്താണെന്നുള്ളത് നമുക്കറിയാം, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ വി ഓൾറെഡി സോ ദ C1 റീജിയൻ മാപ്പിംഗ്. അതിൻ്റെ മിറർ റിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് അവിടെ വരിക. സോ നമുക്ക് കിട്ടിയിരുന്നത് ഇങ്ങനെയാണ്. -∞ ടു 0 ആണ് നമ്മുടെ C3 റീജിയൻ. അതിനെ നമ്മൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ കിട്ടിയതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് -∞ ടു 0. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ടു ഇൻഫിനിറ്റി ആയിരിക്കും. ആംഗിൾ എന്ന് പറയുന്നത് +270 ടു +90 ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെയിം ക്രോസിംഗ് പോയിന്റിലൂടെ പോയിട്ട് ഇൻഫിനിറ്റിയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുക. Our crossing point value will be same as before with opposite direction. സോ C3 മാപ്പിംഗ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നെക്സ്റ്റ് C4 റീജിയൻ്റെ മാപ്പിംഗ് ആണ്. C4 റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കറിയാം. ഇവിടെ -0 ടു +0 ആണ് നമുക്കവിടെ വരുന്നത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? സോ ഇതിനെ നമ്മൾ മാപ്പ് ചെയ്യുമ്പം നമ്മൾ C2 റീജിയൻ മാപ്പ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് R എന്ന് പറയുന്നത് ഇറ്റ്സ് ടെൻസ് ടു 0. സോ ഈ C4ന് വി ഹാവ് ടു മാപ്പ് ടു നൈക്വസ്റ്റ് പ്ലോട്ട്. അതിനുവേണ്ടി നമ്മുടെ ഇക്വേഷൻ നമ്മളിവിടെ എടുക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ എസിൻ്റെ വാല്യൂ എന്താണ്? ലിമിറ്റ് R ടെൻസ് ടു 0 ആണ് വരുന്നത്. സോ R ടെൻസ് ടു 0 വരുന്ന സമയത്ത് എന്താ നമുക്ക് വരിക? വെൻ R ടെൻസ് ടു 0, 1 + 0 എന്നുള്ള ഫോമിലാണ് വരിക. സോ ഈ ഒരു ടേമിനെ വി ക്യാൻ അപ്രോക്സിമേറ്റ് ടു 1 അല്ലേ? സോ 1 + ST എന്നുള്ള ടേം എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് 1 വരും. ഓക്കെ, സോ അവർ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. 0.05k ഡിവൈഡഡ് ബൈ S ഇൻറ്റു ഈ ടേം 1 ആയി പോവും, ഈ ടേമും 1 ആയി പോവും. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ G ഓഫ് S. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ എസ്സിന് നമ്മളുടെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഈ വാല്യൂവിൽ ജസ്റ്റ് ന്യൂമറേറ്റർ കൺസിഡർ ചെയ്യുന്നില്ല, ഡിനോമിനേറ്റർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടുന്നു? R ടെൻസ് ടു ഇൻഫിനിറ്റി വരുന്ന സമയത്ത് 1/0 എന്നുള്ള ഫോമാണ് നമുക്കവിടെ വരിക. സോ 1/0 ആൻഡ് താഴെയുള്ള e⁻j∅ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ e⁻−j∅ വരും. സോ 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ അവർ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഓൾവേസ് ഇൻഫിനിറ്റി. ഫേസ് എന്ന് പറയുന്നത് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫേസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം -θ ആണ് വരുന്നത്. ഇവിടുത്തെ കേസിൽ θ ഈസ് ഫ്രം -0 ടു +0 ആണ്. ഈ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് -90. ഈ ആക്സിസ് എന്ന് പറയുന്നത് +90. So our theta is varying from -90 to +90, or theta is vary from -π/2 to +π/2. സോ ഈ ഒരു വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ടേബിൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. സോ തീറ്റ വാല്യൂ വിൽ ബി -π/2. -π/2 വരുമ്പം മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഇൻഫിനിറ്റി, കാരണം എല്ലാ കേസിലും നമുക്ക് ഇൻഫിനിറ്റീവ് ആണ് കിട്ടുന്നത്. സോ ഇനി ആംഗിളിൽ നമ്മൾ -π/2 കൊടുക്കുകയാണെങ്കിൽ e⁻, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, മൈനസും കൂടെ പ്ലസ് ആവും. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ e⁻j∅2 കിട്ടും. നെക്സ്റ്റ് +π/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഇൻഫിനിറ്റി, ഇവിടെ മൈനസ് ആണ്. സോ e⁻j∅2 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ വാല്യൂ വെച്ചിട്ട് നമുക്ക് നൈക്വസ്റ്റ് പ്ലോട്ട് ചെയ്യാം. സോ -π/2ൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്, ആംഗിൾ എന്ന് പറയുന്നത് π/2 ആണ്. π/2 എന്ന് പറയുന്നത് എന്താണ്? +90 ആണ്. +90 ഈസ് ദിസ്. സോ ഈ +90ൽ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യണം. തീറ്റയുടെ വാല്യൂ, ഫൈനൽ വാല്യൂ എന്താണ്? +π/2 ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് -π/2. +90 ടു -90 ആണ് നമ്മുടെ മൂവിങ് വരുന്നത് വിത്ത് ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി. സോ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഫ്രം +90 ടു -90 വിത്ത് R is equal to ഇൻഫിനിറ്റീവ് അല്ലേ? സോ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റീവ് ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്ലോട്ടാണ് കിട്ടുക. സോ ഇപ്പോൾ നമുക്ക് 4 റീജിയൻ്റെ പ്ലോട്ടും കിട്ടി. സോ ഫൈനൽ വി ഹാവ് ടു കമ്പൈൻ ദ മാപ്പിംഗ്. സോ നമ്മുടെ എക്സ്പ്ലെയിനിൽ നമുക്ക് അറിയാം ഈ റീജിയനിലാണ്, ദാറ്റ് ഇസ് C1, ദെൻ C2, C3,
ആൻഡ് C4. ഇത്രയും 4 റീജിയൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ C1 റീജിയൻ മാപ്പിംഗ് ആണ്. C1 റീജിയൻ നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്? ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അല്ലേ. നെക്സ്റ്റ് C2 റീജിയൻ മാപ്പിംഗ്. C2 റീജിയൻ മാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടിയിരുന്നത്. -270 സ്റ്റാർട്ട് ചെയ്ത് +270 എത്തുന്ന ഈ രീതിയിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് അല്ലേ. നെക്സ്റ്റ് എന്താണ്? C3 ആണ്. C3 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരുന്നത് അല്ലേ. ഈ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഫിനിറ്റീവിലേക്ക് പോകുന്ന രീതിയിൽ. ഓക്കെ, സോ C4ന്റെ മാപ്പിംഗ് നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്? ഫ്രം പോസിറ്റീവ് ഇൻഫിനിറ്റി ടു -ഇൻഫിനിറ്റി. സോ C4 മാപ്പിംഗ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫൈനൽ ഇമേജ് ഫോർ ദിസ് പ്രോബ്ലം. സോ ഇതിൽ നമുക്കറിയാം നമ്മളുടെ ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0.00417 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഈ കെയുടെ വാല്യൂം കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം നമ്മളുടെ സ്റ്റെബിലിറ്റി ഇക്വേഷൻ നോക്കുന്ന സമയത്ത് n = p-z ആണ് നമ്മൾ ചെയ്തിരുന്നത്. ദിസ് ഈസ് അവർ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സോ നമുക്കറിയാം ഇതിൻ്റെ എൻസർക്കിൾമെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ എൻസർക്കിളിങ് ദിസ് ആൻഡ് അഗെയിൻ ഗോയിങ് ആൻഡ് കമ്മിങ് ബാക്ക്, ഇങ്ങനെയുള്ളൊരു പാത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു എൻസർക്കിൾമെൻറ്റിൽ നടക്കുമ്പം -1 എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ അകത്താണ് വരുന്നതെങ്കിൽ വി ആർ ഗെറ്റിംഗ് ദ എൻസർക്കിൾമെൻറ്റ്. സപ്പോസ് -1 എന്ന് പറയുന്നത് പുറത്തായിരുന്നെങ്കിലോ ദർ ഇസ് നോ എൻസർക്കിൾമെൻറ്റ്. സോ ഈ ഒരു വാല്യൂ -1ൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ സ്റ്റെബിലിറ്റി മാറി വരാം. സോ ഈ കെയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ -1 എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാം. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഇക്വേറ്റ് ദിസ് ടേം ടു -1. സോ ഈ ഒരു ഇക്വേഷൻ നമ്മളോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 240 എന്ന് നമുക്കവിടെ കിട്ടും. സോ ആ സ്റ്റെബിലിറ്റി കൺസിഡർ ചെയ്യുന്നത് ഈ കെയുടെ വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ദർ ഇസ് 2 കണ്ടീഷൻ വെൻ കെ ഈസ് ലെസ് ദാൻ 240 ആൻഡ് കെ ഈസ് ഗ്രേറ്റർ ദാൻ 240. ലെസ് ദാൻ 240 ആണെങ്കിൽ ഈ -1ൻ്റെ വാല്യൂ എൻസർക്കിൾ ചെയ്യില്ല, കാരണം ഈ -1 എന്നുള്ളത് ഇതിന് പുറത്തേക്കായി പോകും. ഇനി വെൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ 240 ആണെങ്കിലോ കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 240 കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ -1 എന്ന് പറയുന്ന സർക്കിൾ ഇതിനകത്തേക്ക് പോകും. അകത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ബേസിക്കലി 2 എൻസർക്കിൾമെൻറ്റ്സ് കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ റൊട്ടേറ്റ് ആയി ദിസ് ഇസ് 1 എൻസർക്കിൾമെൻറ്റ്, ദെൻ ദിസ് ഇസ് സെക്കൻഡ് എൻസർക്കിൾമെൻറ്റ് അല്ലേ. സോ വെൻ കെ ഈസ് ഗ്രേറ്റർ ദാൻ 240 ആവുന്ന സമയത്ത് -1 എന്ന് പറയുന്നത് ഇതിനകത്ത് വരും ആൻഡ് വി ആർ ഗെറ്റിംഗ് 2 എൻസർക്കിൾമെൻറ്റ്. ഓക്കെ, സോ ഈ കെയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അവിടെ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമ്മളുടെ ഇക്വേഷൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാം. z = p-n ആണ് വരുന്നത്. ഇവിടെ n-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എൻസർക്കിൾമെൻറ്റ് അക്രോസ് പോയിന്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമുക്കിവിടെ എൻസർക്കിൾമെൻറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ -2 എന്നുള്ളത് -2 ആണ് എടുക്കുക. വി വിൽ ബി ഗെറ്റിംഗ് +2. സോ z = +2 ആണ് വരുന്നത്. z = +2 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ദർ ഈസ് പോൾ പ്രസൻറ്റ് ഓൺ ദ RHS. സോ 2 പോൾസ് നമുക്ക് RHS സൈഡിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുക. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.